കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനെത്തിയ ആളെ കയ്യേറ്റം ചെയ്ത് BJP പ്രവർത്തകർ. പള്ളിക്കത്തോട് കലിംഗ സംവാദ ചർച്ചയ്ക്കെത്തി സുരേഷ് ഗോപി മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി. ജോസി, എന്തിനാണ് BJP പ്രവർത്തകർ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്? അജിംസ്, രാവിലെ 7:30 മുതൽ 8:30 വരെയായിരുന്നു പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിന് സമീപം സുരേഷ് ഗോപി MPയുടെ കലങ്ക് സംവാദ പരിപാടി നടന്നത്. ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു നിവേദനം നൽകാനെത്തിയ ആൾ സുരേഷ് ഗോപി MPയുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തിയത്. പിന്നീട് സുരേഷ് ഗോപിയുടെ വാഹനത്തിന്റെ ഒരു വശത്തെത്തി ഗ്ലാസിലൂടെ നിവേദനം നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് പോലീസ് എത്തി ഉടൻ പിടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുവരുന്നതിനിടെയാണ് BJP പ്രവർത്തകർ ഈ പരാതി നൽകാനെത്തിയ ആളെ കയ്യേറ്റം ചെയ്തത്. BJP പ്രവർത്തകർ ഇയാളെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് സമീപനത്തോടെ ഇയാളെ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരും BJP പ്രവർത്തകരുമൊക്കെയും പറയുന്നത് ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ള ആളാണെന്നാണ്. പോലീസും ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസൊന്നും എടുക്കാത്തത്. നിലവിൽ കേസൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അതേസമയം ഇതിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് BJP പള്ളിക്കത്തോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദിബിൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ ഒരു പ്രതികരണത്തിനായി നാം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇയാളെ ഫോണിൽ ബന്ധപ്പെടുവാൻ കഴിയുന്നുമില്ല. പള്ളിക്കത്തോട് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആലപ്പുഴ സ്വദേശിയാണ് ഇയാളെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അല്ല, ഇതിനകത്ത് ഈ സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധി കൂടിയാണ്. സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹം ഈ ഒരു പരാതി കൊടുക്കാനോ നിവേദനം കൊടുക്കാനോ അടുത്തേക്ക് പോയെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഈ സുരക്ഷാ പ്രശ്നം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ആക്രമണ സ്വഭാവത്തിലാണോ ഇദ്ദേഹം വാഹനത്തിനടുത്തേക്ക് വന്നത്? അല്ലല്ലോ, ഒരിക്കലുമല്ല. ഇയാളുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു നിവേദനം ഉൾപ്പെടുന്നൊരു കടലാസും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. വീടോ മറ്റു സംബന്ധമായ ആവശ്യത്തിനാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാൾ വാഹനം ഒത്തിരി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ MPയെ നേരിട്ട് കാണണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓടി വാഹനത്തിന്റെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ മുന്നിൽ പോയ പൈലറ്റ് വാഹനത്തിൽ നിന്നും പോലീസുകാർ ഇറങ്ങി ഇയാളെ തടഞ്ഞു. അപ്പോഴേക്കും ഇയാൾ വാഹനത്തിന്റെ ഒരു വശത്തേക്ക് എത്തി, MPയുടെ വാഹനത്തിന്റെ ഒരു വശത്തേക്ക് എത്തി ഗ്ലാസിൽ തൂങ്ങി അകത്തേക്ക് കത്ത് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഗ്ലാസ് താന്നിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇയാളെ പിന്നോട്ട് മാറ്റുന്നതിനിടെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ചിപ്പോൾ കേസുകളൊന്നും എടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും അതിന്റെ തിരക്കിലാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് ഇതിലൊരു സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് BJP പ്രാദേശിക നേതൃത്വം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ശരി ജോസി.